ഹരേ കൃഷ്ണ രാധേശ്യാം രാധേശ്യാം ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ചാനലില് ത്രിമധുരത്തില് പറയാൻ സാധിക്കുന്നത്. സ്റ്റേജിൽ പല പ്രാവശ്യം പറയേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഇന്നത്തെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം കാണാനായിട്ട് കൊതിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മളിങ്ങനെ പറയാണ് അല്ലെ, നമ്മളിങ്ങനെ ഗസ് ചെയ്ത് പറയാണ് ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം എന്താണ് എന്താണ് എന്ന്. ത്രിമധുരത്തിലും മറ്റു ചാനൽസിലൊക്കെ ഉള്ള വളരെയധികം പ്രത്യേകതയാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഉത്തരം ശരിയായാൽ സമ്മാനം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അത് മാത്രല്ല, അങ്ങനെ കിട്ടുന്ന ആ ത്രിമധുരത്തിൽ നിന്ന് കിട്ടുന്ന സമ്മാനത്തിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, ത്രിമധുരത്തിൽ നിന്ന് എനിക്ക് ഈ സമ്മാനം കിട്ടിയട്ടോ സോഫിയച്ചി അല്ലെങ്കിൽ സോഫിയമ്മേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറയാറുണ്ട്. വളരെയധികം സന്തോഷമാണ്. അവരുടെ സന്തോഷത്തിന് എന്താ പറയാ, അത്രയ്ക്കും ഭഗവാനോട് അടുത്ത് കിടക്കുന്ന ആളുകളാണ്, ഭഗവാനെ അറിയുന്ന ആളുകളാണ് ത്രിമധുരത്തിലുള്ള നമ്മൾ ഓരോരുത്തരും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ അലങ്കാരത്തിലേക്ക് പോകുന്നു. എല്ലാവർക്കും ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക്, ഗുരുപൗരപുരിയിലേക്ക് എന്റെ ശബ്ദത്തോടൊപ്പം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരുടെയും മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക്, ആ കൊടിമരത്തിന് കീഴേ കൂടെ നമുക്ക് വല്ലേ ഭഗവാന്റെ ശ്രീലകത്തേക്ക് എത്താം. പൊന്നുണ്ണിക്കണ്ണനെ കാണാം. എങ്ങനെയാണ് എന്ന് പൊന്നുണ്ണിക്കണ്ണൻ എന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. കയ്യിൽ വലത്തെ കയ്യിൽ താമര പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തന്റെ പട്ട് കോണകം, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോ ഗുരുവായൂർ ഇങ്ങനെ വഴിപാട് കൊടുക്കുമ്പോൾ ഒരു തട്ടിലൊക്കെ ആയിട്ട് നമ്മള് മഞ്ഞപ്പൊട്ടും മഞ്ചാടി മണികളും താമരപ്പൂക്കളും താമരമുട്ടും അതുപോലെ തന്നെ പട്ടുകോണകവും ഒക്കെ ആയിട്ട് കദളിപ്പഴം ഒക്കെ പ്രധാനമായിട്ടുള്ള വഴിപാട്. അങ്ങനെ ഇപ്പോഴും ഇഷ്ടമുള്ള ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ എപ്പോഴും കദളിപ്പഴം കയ്യിലുണ്ടായിരുന്നു, അതുപോലെ താമരപ്പൂക്കൾ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ഉടകൊലോതി നിൽക്കുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ഭക്തജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളെ എല്ലാം അറിയുന്നുണ്ട് എന്ന് ഓരോ ഭാവത്തിലൂടെ ഉച്ചപൂജാലങ്കാരത്തിലൂടെ നമുക്കിങ്ങനെ പറഞ്ഞും നമ്മളെ മനസ്സിലാക്കി തരുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതാ താമര പിടിച്ചു നിൽക്കുന്നു, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്, പട്ടുകോണകവുമുണ്ട് അല്ലെ. നമ്മൾ കൊടുക്കുന്ന ആ വഴിപാടുകളൊക്കെ കണ്ണൻ അത് സ്വീകരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി നെഞ്ചോട് ചേർക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന വഴിപാടുകളൊക്കെ കണ്ണൻ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ശ്രീലകത്ത് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ നെയ്ത്തിരിവട്ടത്തിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തേക്കാണ് നമ്മളിപ്പോൾ മനസ്സ് കൊണ്ടുപോകുന്നത്. നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നത് ആ താമര, വിടർന്നു നിൽക്കുന്ന താമര പിടിച്ചു നിൽക്കുന്ന ആ പട്ടുകോണകം പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. എന്റെ ശബ്ദത്തിനനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഒരു ഭാവത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പൊന്നുണ്ണിക്കണ്ണന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ താമര അത് നമ്മളാണ്, അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓർത്തു നോക്കൂ, നമ്മളെയൊക്കെ എത്രമാത്രം കണ്ണൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാകുന്ന താമരപ്പൂവ്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് താമരയാണ്. ആ താമരപ്പൂവാണ് ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണന്റെ കയ്യിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരെ എത്രമാത്രം അറിയുന്നുണ്ട് കണ്ണൻ, എത്രമാത്രം അറിയുന്നുണ്ട്. നമ്മൾ ചെല്ലുന്നതും ആ ഗുരുഭവനപുരിയിൽ എത്തുന്നതും ശ്രീലകത്ത് എത്തുന്നതും കണ്ണനെ കാണുന്നതും കണ്ണന്റെ അടുത്ത് എത്തുന്നതും
അത്ര അതിമനോഹരമായിട്ട് നമ്മളെ ഓരോരുത്തരോടും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ സ്നേഹത്തോടു കൂടി നമ്മളെ വരവേൽക്കുന്നത് പൊന്നുണ്ണിക്കണ്ണൻ ആ മനസ്സാകുന്ന താമര കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതാണ് പ്രത്യേകത. മനസ്സാകുന്ന ആ താമരപ്പൂവ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരായിട്ടുള്ള ഭക്തജനങ്ങളെ, കണ്ണനെ അറിയുന്ന, ഭഗവാനെ അറിയുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ പുഞ്ചിരിക്കുന്ന തിരുമുഖമാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതുപോലെ ഭഗവാനെ ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ചാനലിലൂടെയൊക്കെ കാണുന്ന ആ പൊന്നുണ്ണിക്കണ്ണന്റെ ഉച്ചപൂജ അലങ്കാരം നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ ദിവസവും അത്ര കണ്ട് മനസ്സിൽ നമ്മളിങ്ങനെ ആലോചിച്ചുറപ്പിച്ച് ഇന്ന് ഇതാണ് കണ്ണൻ, ഇന്ന് ഇതാണ് കണ്ണൻ എന്ന് ഉറപ്പിച്ച് നമ്മൾ കാത്തിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണന്റെ മനോഹരമായ മുഖം, ആ പുഞ്ചിരി തൂകുന്ന ആ മുഖം നമുക്കൊന്ന് നമ്മൾ കാണുകയാണ് അല്ലേ. അത്രയധികം സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ ഭഗവാനെ കാണുന്നു. പൊന്നു ഗുരുവായൂരപ്പനെ, പൊന്നു ഭഗവാനെ ഇങ്ങനെ ആ ശ്രീലകത്ത് നിന്ന് കണ്ടുകൊണ്ട് ആ പൊന്നു തൃപ്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണന്റെ ആ നിർമ്മലമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെല്ലാം അറിയുന്നുണ്ട്. അതാ നമ്മുടെ മനസ്സ് ആകുന്ന താമരപ്പൂവ് കണ്ണന്റെ കയ്യിലാണ്. ഇനി എന്താണ് വേണ്ടത്? ഇത്രയും അധികം സൗഭാഗ്യങ്ങൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും കണ്ണൻ ഓരോ നിമിഷവും ഭഗവാൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. കണ്ണൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, നമ്മളെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. നമ്മളെ യാത്രയിൽ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മൾ എവിടേക്കൊക്കെയാണോ നമ്മുടെ ജീവിത യാത്രയിൽ എപ്പോഴും കണ്ണൻ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് നമുക്കിന്ന് അവിടെ നിന്ന് തിരിയാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട്, ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശബ്ദത്തോടു കൂടി തന്നെ ആ ഭഗവാന്റെ തിരുമുഖം കാണാനായിട്ട്, ദർശിക്കാനുള്ള ആ പുണ്യം നിങ്ങൾക്ക് കിട്ടിയതായിട്ട് മനസ്സിൽ ഓർക്കാണ്. എല്ലാവരും ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങുന്നു. അങ്ങനെ ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം നമ്മളിലേക്ക്, എല്ലാവരിലേക്കും, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വര, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരി ഓം, ഹരി ഓം, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.